വയനാട്ടിൽ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായിട്ട് മാസങ്ങൾ പിന്നിടുകയാണ്. കഴിഞ്ഞ ദിവസം കേരളത്തിൻ്റെ പ്രതിനിധി കെ.വി. തോമസിന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് നൽകിയ മറുപടി കത്തിൽ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തെ ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്ന മറുപടിയാണ് ലഭിച്ചിട്ടുള്ളത്. കേന്ദ്രം കേരളത്തെയും വയനാടിനെയും കൈവിടുകയാണോ? ഇൻസൈറ്റ് ചർച്ച ചെയ്യുകയാണ്. കേന്ദ്രം വളരെ വ്യക്തമായി തന്നെ വയനാടിൻ്റെ ഉരുൾപൊട്ടൽ ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്ന മറുപടി നൽകിയിരിക്കുന്നു. ഇതിനെ തുടർന്ന് ഇന്ന് ഹൈക്കോടതിയിൽ വാദം കേട്ടെങ്കിലും അത് അടുത്ത വെള്ളിയാഴ്ചത്തേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ കേന്ദ്രം സഹായം നൽകില്ലല്ലോ എന്നറിയിച്ചിട്ടില്ലല്ലോ എന്നുള്ള വാദങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും ഇതിൽ നിന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ എന്താണ് മനസ്സിലാകുന്നത്? കേന്ദ്രം കേരളത്തെ കൈവിടുക തന്നെയല്ലേ? അതിപ്പോൾ ഇപ്പോൾ മനസ്സിലാവേണ്ട കാര്യമൊന്നുമില്ല. ഇത് നേരത്തെ മുതൽ തന്നെ മനസ്സിലായ ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് സഹായമൊന്നും കേരളത്തിന് കിട്ടാൻ പോകുന്നില്ല, അധിക സഹായമൊന്നും കേരളത്തിന് കിട്ടാൻ പോകുന്നില്ല എന്നുള്ളത് കൃത്യമായിട്ട് നേരത്തെ മനസ്സിലായത്. ഇല്ലെങ്കിലിപ്പോൾ കേരളത്തിൽ ഈ വയനാട്ടിൽ ചൂരൽമലയിലും മുണ്ടക്കയിലും ഉണ്ടായ ഈ വലിയ ഉരുൾപൊട്ടൽ 251 പേര് മരിച്ചു എന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ട ഒരു ദുരന്തം. ഒരുപാട് വീടുകൾ നശിച്ചു, ഒരുപാട് സ്വത്ത് നശിച്ചു പോയി, ഒരുപാട് മനുഷ്യർ ഡിസ്പ്ലേസ്ഡായി, ഒരുപാട് പേർക്ക് പരിക്ക് പറ്റി. ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായതിന് ശേഷമാണ് ആന്ധ്രയിലും തെലുങ്കാനയിലും വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്. അവിടെ ഡയറക്റ്റായിട്ട് ഇത്രയും പേര് മരിച്ചിട്ടില്ല. പക്ഷേ ഇമ്മീഡിയറ്റായിട്ട് കേന്ദ്ര മന്ത്രിമാർ വന്നു, ശിവരാജ് സിംഗ് ചൗഹാൻ വരുന്നു, കേന്ദ്ര കൃഷിമന്ത്രി വരുന്നു, എന്താ പറയുക, നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നു, വളരെ പെട്ടെന്ന് 3000 കോടി രൂപ സഹായം പ്രഖ്യാപിക്കുന്നു. അവിടെ പെട്ടെന്ന് അത് കൊടുത്തു. അതുപോലെ ഹിമാചൽ പ്രദേശിൽ കൊടുത്തു, പിന്നെ വേറെ 1-2 സംസ്ഥാനങ്ങളിൽ കൊടുത്തു, ഇതൊക്കെ കൊടുത്തു. പക്ഷേ കേരളത്തിന് ഇമ്മീഡിയറ്റായിട്ട് ഒരു സഹായവും കേന്ദ്രം പ്രഖ്യാപിച്ചില്ല. അപ്പോൾ അപ്പം തന്നെ ക്ലിയറാണ് ഇത് കിട്ടാൻ പോകുന്നില്ല. നമുക്കിതിനു മുമ്പ് 2019 പ്രളയ സമാനമായ സാഹചര്യം ഉണ്ടായപ്പോൾ നമ്മൾ സഹായം അഭ്യർത്ഥിച്ചു, നമുക്ക് തന്നില്ല. 2018 പ്രളയ ദുരന്തം ഉണ്ടായപ്പോൾ അതിന് കുറച്ച് സഹായമൊക്കെ തന്നു. പക്ഷേ ആ സഹായം തരുമ്പോൾ തന്നെ പ്രളയകാലത്ത് വ്യോമസേനയുടെ വിമാനം ഉപയോഗിച്ചതിനുള്ള പണം തിരിച്ചു തരണം എന്ന് കേന്ദ്രം ആവശ്യപ്പെട്ടു. അതുപോലെ അന്ന് തന്ന അരിക്ക് കണക്ക് ചോദിച്ചു. അപ്പോൾ ഇതാണ് ഒരു മനോഭാവം. ആ മനോഭാവത്തിൻ്റെ തുടർച്ചയാണ് നമ്മളിവിടെയും കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല ഇത് കേട്ടപ്പോൾ. ഇത് ഈ ദിവസം വരുന്നതിന് പ്രത്യേകിച്ചൊരു കാരണം കൂടി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവരും പറയുന്നത് വയനാട് ഉപതെരഞ്ഞെടുപ്പ് കഴിയാൻ കാത്തിരുന്നു, അതുകൊണ്ടാണ് മറുപടി വരുന്നത്. വയനാട് ഉപതെരഞ്ഞെടുപ്പ് മാത്രമല്ല, നമ്മൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആദ്യത്തെ ഷെഡ്യൂൾ നോക്കുക. കേരളത്തിലെ എല്ലാ ഉപതെരഞ്ഞെടുപ്പും അവസാനിക്കാനിരുന്നത് നവംബർ 13-ാം തീയതിയാണ്. അതായത് പാലക്കാടാണെങ്കിലും ചേലക്കരയാണെങ്കിലും വയനാടാണെങ്കിലും ഈ 3 ഉപതെരഞ്ഞെടുപ്പുകൾ അവസാനിക്കാനിരുന്നത് 13-ാം തീയതിയാണ്. അപ്പോൾ 13-ാം തീയതി കഴിഞ്ഞിട്ട് ഈ മറുപടി കൊടുത്താൽ മതി. അത് ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ മറുപടി കൊടുത്താൽ മതി എന്ന് നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മറുപടി ഇപ്പോൾ കിട്ടിയത്. അതിനുശേഷം ഉദ്യോഗസ്ഥർക്ക് പിന്നെ ഇത് 13-ാം തീയതി കൊടുത്ത് 13-ാം തീയതി കഴിഞ്ഞ് കൊടുത്താൽ മതി എന്ന ഡയറക്ഷൻ വന്നു കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥർ 13-ാം തീയതി കഴിഞ്ഞ് കൊടുക്കും. അതിനുശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് 13-ാം തീയതിയിൽ നിന്ന് അവിടുത്തെ പ്രാദേശിക സാഹചര്യം പരിഗണിച്ച് 20-ാം തീയതിയിലേക്ക് മാറ്റി എന്നുള്ളൊരു കാര്യം ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽ അപ്പോൾ ഒന്നുള്ളന്നില്ല. അത് വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ 20-ാം തീയതി കഴിഞ്ഞിട്ടേ പുറത്തേക്ക് വരുള്ളായിരുന്നു. അപ്പോൾ ഇത് ഒരു എന്താ പറയുക, അത്ഭുതമൊന്നും ഉണ്ടാക്കുന്നില്ല. ഒരു സിനിമയിൽ നമ്മുടെ സലീം കുമാർ പറയുന്നൊരു കാര്യമുണ്ടല്ലോ, അതായത് ഇങ്ങനെ അഭിഭാഷകനായി ചെന്ന് ജാമ്യത്തിലൊരു പ്രതിയെ പുറത്തിറക്കിയതിന് ശേഷം ഇങ്ങനെ കീശയിലേക്ക് ഊതി നോക്കിയിട്ട് നന്ദി മാത്രമേ ഉള്ളൂ അല്ലേ, കാശൊന്നും ഇല്ല അല്ലേ എന്ന് ചോദിക്കുന്നത് ഏതാണ്ട് അതുപോലെയാണ്. പ്രധാനമന്ത്രി ഇവിടെ വരുന്നു, അദ്ദേഹത്തിൻ്റെ ദുഃഖാർത്ഥമായ മുഖം അല്ലെങ്കിൽ അഭിനയ ഭാവങ്ങൾ നമ്മൾ കാണുന്നു, കുട്ടികളെ എടുക്കുന്നു, അദ്ദേഹം പോയി ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ സ്ഥലം കാണുന്നു, അവിടെ അദ്ദേഹത്തിൻ്റെ വളരെ അനുകമ്പാർദ്രമായ മുഖഭാവങ്ങളുള്ള ദൃശ്യങ്ങളും ചിത്രങ്ങളും ഒക്കെ ആളുകളെ കാണിക്കുന്നു. ഇത്ര മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതുമാത്രമേ ഒരുപക്ഷെ ഉണ്ടാകാനൂടെ ഉള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളുടെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ റിലീഫ് ഫണ്ടിൽ ഇത്രയും തുക കിടക്കുന്നുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടല്ലല്ലോ കേരളം ചോദിക്കുന്നത്. സംസ്ഥാന ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പണം തരുന്നത് അതിലൊരു വിഹിതം കേന്ദ്രത്തിൻ്റെതാണ്, ബാക്കി സംസ്ഥാന സർക്കാരിൻ്റെതാണ്. അതെല്ലാ കൊല്ലവും തരുന്നതാണ്. അത് ഈ കൊല്ലം മാത്രമല്ല, വയനാട് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ഉണ്ടായാലും ഇല്ലെങ്കിലും ആ വിഹിതം കേന്ദ്രം തരേണ്ടതാണ്. ഒരു തർക്കമില്ല കാര്യത്തിൽ, അത് എല്ലാ സംസ്ഥാനങ്ങൾക്കും കൊടുക്കുന്നതാണ്. അപ്പോൾ അതവിടെ കിടക്കുന്നുണ്ടല്ലോ, നിങ്ങൾ അതിന് വേണ്ടിയിട്ടല്ല കേരളം ചോദിക്കുന്നത്. അതുണ്ടായാൽ മാത്രം പരിഹരിക്കാൻ പറ്റുന്നൊരു ദുരന്തമല്ല അവിടെ ഉണ്ടായിരിക്കുന്നത്. ഒരുപാട് ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കണം, ഒരുപാട് ആളുകളുടെ ഉപജീവന മാർഗം തിരിച്ചു നൽകണം, ഒരുപാട് ജീവിതങ്ങളെ തിരിച്ച് അവരുടെ ഒരു ട്രാക്കിലേക്ക് കൊണ്ടുവരണം. അതിന് ഒരുപാട് വ്യയം ചെയ്യേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള പണമാണ് ചോദിക്കുന്നത്.
അപ്പോൾ അതിനോട് നിങ്ങളുടെ അക്കൗണ്ടിൽ ഇത്ര പൈസ ഉണ്ടല്ലോ അതുകൊണ്ട് ഇത് തരാൻ പറ്റില്ല എന്ന് പറയാൻ അതൊരു മനോഭാവമാണ്, അതൊരു പൊളിറ്റിക്കൽ എന്താ പറയുക രാഷ്ട്രീയമായ വൈരാഗ്യം തീർക്കുന്ന സ്വഭാവമാണ്. അതിപ്പോൾ ആദ്യമായിട്ട് സംഭവിക്കുന്നതല്ല, പല ഘട്ടങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. കേരളത്തിന് കടമെടുക്കാവുന്ന പണം വെട്ടിക്കുറച്ചപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അനുവദിച്ച പണം തന്നെ എടുക്കാനുള്ള അനുവാദം നൽകാതിരിക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്. കേരളത്തിന് GST വിഹിതം കൃത്യസമയത്ത് കൊടുക്കാതിരിക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്. മുൻകാലത്ത് GST ഏർപ്പെടുത്തിയതിനെ തുടർന്നുണ്ടായ നഷ്ടം പരിഹരിക്കുന്നതിനുള്ള തുക യഥാർത്ഥ സമയത്ത് കൊടുക്കാതിരിക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ പലതരത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പുതിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കേരളം ആവശ്യപ്പെട്ടത് ഇങ്ങനെ, അതായത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ ഇപ്പോഴത്തെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് സാധിച്ചില്ലെങ്കിലും L3 കാറ്റഗറിയിലുള്ള സിവിയർ നാച്ചുറൽ കലാമിറ്റികളുടെ കൂട്ടത്തിലെങ്കിലും ഉൾപ്പെടുത്തണമെന്നാണ്. അതല്ല, ഇങ്ങനെയുള്ളൊരു മറുപടിയാണ് കേന്ദ്രം നൽകുന്നതെങ്കിൽ നമ്മുടെ SDRF ഫണ്ടിൽ നിന്ന് ചെലവഴിക്കേണ്ടി വരും. നിലവിൽ ആർമിയുടെയും അതുപോലെ കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ച സഹായങ്ങളുടെ ബില്ലും ചിലപ്പോൾ നമ്മൾ കൊടുക്കേണ്ട അവസ്ഥ വന്നേക്കാം. അത് സത്യം പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുകയല്ലേ ചെയ്യുക? നിശ്ചയമായിട്ടും ഇതനുസരിച്ചാണെങ്കിൽ ആർമി വന്നതിൻ്റെ ചിലവ് നമ്മൾ വഹിക്കേണ്ടി വരും. അവിടെ ബെയിലി പാലം നിർമ്മിച്ചതിൻ്റെ ചിലവ് നമ്മൾ വഹിക്കേണ്ടി വരും. ബെയിലി പാലം എപ്പോഴും അതുപോലെ ഈ ദിവസത്തെ അത്രയും വാടകയും കൂടി നോക്കുകയാണെങ്കിൽ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതല്ലെങ്കിലും കൊടുക്കേണ്ടി വരും. ഇനിയിപ്പോൾ കേന്ദ്ര സഹായം കിട്ടിയാലും ഇത് കൊടുക്കേണ്ടി വരും, അത് ഡെഫിനറ്റാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ കേന്ദ്രം നമ്മളുടെ അനുഭവം വെച്ച് ഏതെങ്കിലും ഒരു ദുരിതഘട്ടത്തിൽ നമ്മളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ആ സഹായത്തിന് ആനുപാതികമായിട്ട് എന്താണോ ചിലവ് അത് തിരിച്ചു കൊടുക്കുക എന്നുള്ളത്, അത് കൊടുക്കുക എന്നുള്ള ബാധ്യത സ്റ്റേറ്റിൻ്റെതാണ്. അതുകൊണ്ടാണ് 2018 പ്രളയകാലത്ത് നാവികസേനയുടെ വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഇത്ര തുക ചിലവായിട്ടുണ്ട്, അത് തിരിച്ചു വേണം എന്ന് കേന്ദ്രം ആവശ്യപ്പെട്ടത്. അതുകൊണ്ടാണ് അന്ന് അടിയന്തര സഹായമായിട്ട് നൽകിയ ഭക്ഷ്യധാന്യങ്ങൾക്കുള്ള പണം തിരിച്ചടയ്ക്കണം എന്ന് കേന്ദ്രം ആവശ്യപ്പെട്ടത്. അതുകൊണ്ടാണ് അതിവിടെയും വേണ്ടി വരും. പക്ഷേ ഇതിലൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഇങ്ങനെയാണോ ഒരു എന്താ പറയുക സാധാരണ നിലയ്ക്ക് നമ്മൾ ഭരണകൂടം, കേന്ദ്ര ഭരണാധികാരികൾ അല്ലെങ്കിൽ സംസ്ഥാന ഭരണകൂടം, വിവിധ സംസ്ഥാനങ്ങൾ, വിവിധ പ്രാദേശിക, ഇതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കുക. സാധാരണഗതിയിലൊരു എന്താ പറയുക മനുഷ്യത്വമുള്ള ഭരണാധികാരികളുടെ ഒരു മനോഭാവം ഇങ്ങനെയായിരിക്കുമെന്ന് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. ഇപ്പോൾ കേരളത്തിൽ ഈ വയനാട്ടിലൊരു ദുരന്തം ഉണ്ടായപ്പോൾ എന്തുകൊണ്ടാണ് കർണാടക സർക്കാർ നമ്മളെ സഹായിക്കാൻ തീരുമാനിക്കുന്നത്? കർണാടകയിൽ കോൺഗ്രസ്സാണ് ഭരിക്കുന്നത്, കേരളത്തിൽ LDF ആണ് ഭരിക്കുന്നത്. LDFനോട് ഇവിടെ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ്സാണ്. പക്ഷേ കർണാടക സർക്കാർ നമ്മളെ സഹായിക്കാൻ തീരുമാനിച്ചു. തമിഴ്നാട്ടിലൊരു പ്രളയസമാനമായ സാഹചര്യം ഉണ്ടായപ്പോൾ ഇമ്മീഡിയറ്റായിട്ട് കേരളം തമിഴ്നാടിന് സഹായം കൊടുക്കാൻ തീരുമാനിച്ചു. വയനാടിനെ സഹായിക്കാൻ തമിഴ്നാട് തരും. ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്മാരുടെ ദുരിതം മനസ്സിലാക്കുന്ന ഭരണാധികാരികളുണ്ടാവുക, അവർക്ക് ഈ പ്രയാസം പരിഹരിക്കപ്പെടേണ്ടതാണ് എന്ന് തോന്നലുണ്ടാവുക, ഇതൊക്കെ ഒരു പ്രധാനപ്പെട്ട, അങ്ങനെയാണ് ആളുകൾ യഥാർത്ഥത്തിൽ ഭരണാധികാരികളും യഥാർത്ഥത്തിൽ നേതാക്കളും ഒക്കെ ആയി മാറുന്നത്. ഇത് ഇപ്പോൾ ദ്രാവിഡ മുന്നേറ്റ കഴകത്തിന് കേരളത്തിൽ എന്തെങ്കിലും രാഷ്ട്രീയ താല്പര്യം ഉണ്ടായിട്ടല്ലല്ലോ അവരിവിടെ സഹായിക്കുന്നത്. അല്ലെങ്കിൽ സിദ്ധരാമയ്യയ്ക്ക് കേരളത്തിൽ എന്തെങ്കിലും ഒരു പൊളിറ്റിക്കൽ താല്പര്യമുണ്ട്, കോൺഗ്രസ്സിന് താല്പര്യമുണ്ടാകും, പക്ഷേ സിദ്ധരാമയ്യ എന്നുള്ളൊരു നേതാവിന് പ്രത്യേകിച്ച് താല്പര്യമൊന്നും ഉണ്ടായിട്ടല്ലല്ലോ കർണാടക സർക്കാർ സഹായിക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു യഥാർത്ഥത്തിലുള്ള ഭരണാധികാരികളുടെ നേതാക്കളുടെ ഗുണം നിശ്ചയിക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെയെന്ന് വെച്ചാൽ വളരെ സങ്കുചിതമായ മനോഭാവമുള്ള, കേരളത്തെ ഏതെങ്കിലും വിധത്തിൽ കേരളം രാഷ്ട്രീയമായി സംഘപരിവാർ ആശയങ്ങളെ നിരന്തരം എതിർത്തുകൊണ്ടിരിക്കുന്ന, അവർക്ക് വേരൂന്നാൻ അത്ര എളുപ്പത്തിൽ മണ്ണ് അനുവദിക്കാത്തൊരിടമാണ് എന്നുള്ളതുകൊണ്ട് അവരെ എതിർക്കുക, അവരെ ഏത് വിധത്തിലെങ്കിലും ശ്വാസം മുട്ടിക്കുക എന്നുള്ളൊരു സ്റ്റാൻഡാണ് കേന്ദ്ര സർക്കാർ എടുക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവർ ഭരണാധികാരികളോ അല്ലെങ്കിൽ യഥാർത്ഥ നേതാക്കളോ ആയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. ഇവരെന്ന് വെച്ചാൽ വൈരനിര്യാതന ബുദ്ധിയോടുകൂടെ പ്രവർത്തിക്കുന്ന, ഏത് വിധത്തിലും ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ മാത്രമാണ്. അവരിൽ നിന്ന് നമ്മൾ പ്രത്യേകിച്ചൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അങ്ങോട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും ഇത് തന്നെയായിരിക്കും മനോഭാവം എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. ഇവിടെ ഒരു കാര്യം, ഇപ്പം ആദ്യം സാലിം സംസാരിച്ച കോടതി ചോദിച്ചൊരു ചോദ്യം പറഞ്ഞില്ലേ, ഒന്നും തരില്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ എന്നാണ് കോടതി ചോദിക്കുന്നത്. കോടതിക്ക് തിരിച്ചു ചോദിക്കാം, ഇത്രയും കാലമായിട്ടും എത്ര കൊടുക്കും എന്ന് നിങ്ങൾ എന്തുകൊണ്ടാണ് പറയാത്തത് എന്ന് വേണമെങ്കിൽ ജുഡീഷ്യറിക്ക് ചോദിക്കാം, ഈ രണ്ട് ചോദ്യത്തിനും രണ്ട് സാഹചര്യമാണ്. ആ സാഹചര്യം എന്ന് പറയുന്നത്, ഒന്ന് 251 പേര് മരിച്ച ഇത്രയും വലിയൊരു ദുരന്തമുണ്ടായൊരു സാഹചര്യത്തിൽ ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും കേന്ദ്ര സംഘം വന്ന് അസസ് ചെയ്തു, കേരളം എന്താ പറയുക കൃത്യമായ
മാനദണ്ഡങ്ങൾക്കനുസരിച്ച് അപേക്ഷ കൊടുത്തു, മെമ്മോറാണ്ടം കൊടുത്തു. ഇതൊക്കെ കഴിഞ്ഞ് ഇത്രയും ദിവസമായിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതിന് നഷ്ടപരിഹാരം കൊടുക്കുമോ ഇല്ലയോ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും സഹായം കൊടുക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാത്തത്, നിങ്ങൾ എന്തെങ്കിലും കൊടുക്കുമോ ഇല്ലയോ എന്നുള്ളത് എന്താണ് പച്ചയ്ക്ക് പറയാത്തത് എന്ന് വേണമെങ്കിൽ കോടതിക്ക് ചോദിക്കാം. അതിന് പകരം കോടതി ചോദിക്കുന്നത് ഒന്നും തരില്ല എന്ന് പറഞ്ഞിട്ടില്ല. അതിലൊരു പ്രശ്നമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന എന്തോ ഒരു ജന്മിയാണ്, ഇവിടെ ഇരിക്കുന്ന ഏതോ ഒരു കുടിയാനാണ്. അപ്പോൾ ജന്മി ഒന്നും തരില്ല എന്ന് ഇതേവരെ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് കോടതി ഈ കുടിയാനെ ഓർമ്മിപ്പിക്കുന്ന മട്ടിലാണ് എനിക്ക് തോന്നിയത് അത് കേട്ടപ്പോൾ. ഇഷ്ടമാണ് നിങ്ങളിങ്ങനെ ഇച്ഛിച്ചു നിന്നോളൂ എന്നുള്ളൊരു അതെ, ആ ഒരു മനോഭാവം അവിടെ പ്രകടമാണ്. അതെ. അപ്പോൾ ഈ SDRF ഫണ്ടിൽ നിന്ന് ചെലവഴിക്കണം എന്നാണല്ലോ ഇപ്പോഴത്തെ ഒരു നിർദ്ദേശപ്രകാരം ഈ മറുപടി കത്ത് പ്രകാരം നൽകുന്നത്. അതനുസരിച്ചാണെങ്കിൽ നമുക്കറിയാം, നമ്മൾ മുമ്പ് ഈ മെമ്മോറണ്ടത്തെക്കുറിച്ച് ചർച്ച ചെയ്ത സമയത്ത് നമ്മൾ കേരളം പെരുപ്പിച്ച് കാണിച്ചു കണക്ക് വിവാദം ഉണ്ടായിരുന്നല്ലോ. ആ സമയത്ത് നമ്മളിത് ചർച്ച ചെയ്തതാണ്. കാരണം SDRF ഫണ്ട് അനുസരിച്ച് ഒരു വീടിന് 1 ലക്ഷം രൂപയൊക്കെ ചിലവ്, 1,35,000, അതുപോലെ ഒരു വാഴക്ക് 6 രൂപ, ഇങ്ങനെയൊക്കെയുള്ള ചെറിയ തുകയുള്ളൂ. അത് കേരളീയ സാഹചര്യത്തിൽ അത് തികയില്ല എന്നുള്ളതും നമ്മൾ ചർച്ച ചെയ്തതാണ്. സത്യത്തിൽ നമ്മുടെ ഒരു ഉയർന്ന ജീവിത നിലവാരം ഇത്തരത്തിലുള്ള ദുരന്ത സാഹചര്യം വരുന്ന സമയത്ത് നമുക്ക് തന്നെ ഒരു ഗതികേടാകുന്ന ഒരു അവസ്ഥ നിലവിലുണ്ട്. അതൊരു പ്രശ്നം തന്നെയാണ്. കാരണം ഇപ്പോൾ നമ്മൾ കേരളത്തിന് പുറത്ത് ഒരു വീട് നിർമ്മിക്കുന്ന പോലെയല്ല കേരളത്തിനകത്ത് വീട് നിർമ്മിക്കുന്നത്. അതെന്ന് വെച്ചാൽ ഉയർന്ന ജീവിത നിലവാരം കൊണ്ട് മാത്രമല്ല, മറ്റു പല ഘടകങ്ങളുണ്ട്. കേരളത്തിൻ്റെ ഭൂപ്രകൃതിക്ക് അനുസരിച്ച് മാത്രമേ കേരളത്തിൽ വീട് നിർമ്മിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വേറൊരു ദുരന്തത്തിന് ഇരയാകാത്ത വിധത്തിലുള്ള വീടുകൾ വേണം നമ്മൾ ഇനി അവർക്ക് നിർമ്മിച്ചു കൊടുക്കാൻ, ഏത് പ്രദേശത്താണെങ്കിലും. അപ്പോൾ അത്ര ഉറപ്പുള്ള, അത്ര വൃത്തിയുള്ള, അത്യാവശ്യം അവർ നിലവിൽ ജീവിച്ചുകൊണ്ടിരുന്ന സാഹചര്യങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അവർക്ക് വീർപ്പുമുട്ട് തോന്നാത്ത വിധത്തിലുള്ള വീടുകൾ വേണം നമുക്ക് അവർ നിർമ്മിച്ചു കൊടുക്കാൻ. അവിടെ ഈ SDRFൻ്റെ മാനദണ്ഡം അനുസരിച്ചിട്ട് 1,30,000 കൊടുത്താൽ മതിയാവില്ല. അപ്പോൾ അത് മതിയാവില്ല എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ കേന്ദ്ര സഹായം ചോദിക്കുന്നത്. അല്ലെങ്കിൽ കേന്ദ്ര സഹായമല്ല സത്യത്തിൽ നമ്മളതിനെ, അതെ, നമ്മളതിനെ അങ്ങനെയാണ് ഇപ്പോഴും പറയുന്നത്. കേന്ദ്ര സഹായമല്ല, ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ബാധ്യതയാണ്, നമ്മുടെ അവകാശവുമാണ്. കാരണം ഇവിടെ നിന്നുള്ള വിഭവങ്ങൾ കൂടി ഉപയോഗിച്ചുകൊണ്ടാണ്, അതുകൂടെ വിഭജിച്ചു കൊടുത്തിട്ടാണ് കേന്ദ്രം അവിടെ ഭരിക്കുന്നത്. ഇവിടെ നിന്നുള്ള വ്യക്തികളുടെ ആദായ നികുതി കൂടെ കേന്ദ്രത്തിൻ്റെ ഖജനാവിലേക്കാണ് പോകുന്നത്. ഇവിടെ നിന്നുള്ള വ്യക്തികൾ കൊടുക്കുന്ന വിൽപ്പന നികുതി, GSTയുടെ വിഹിതം കേന്ദ്ര സർക്കാരിൻ്റെ ഖജനാവിലേക്കാണ് പോകുന്നത്. അങ്ങനെ ഏതൊക്കെ പെട്രോളിൻ്റെ കാര്യം എടുക്കുക, പെട്രോളിന് സംസ്ഥാനത്തിന് അർഹതയില്ലാത്ത സെസ്സുകൾ കേന്ദ്രം ചുമത്തുന്നുണ്ട്. അത് മുഴുവൻ പോകുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഖജനാവിലേക്കാണ്. ഈ തുക മുഴുവൻ നമ്മൾ കൊടുക്കുന്നതാണ്, കേരളത്തിൽ നിന്ന് മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മനുഷ്യന്മാർ കൊടുക്കുന്നതാണ്. അതുകൊണ്ട് ഏത് സംസ്ഥാനത്ത് ഇത്തരം പ്രയാസങ്ങളുണ്ടായാലും അതിന് അർഹമായ സഹായം നൽകാനുള്ള ബാധ്യത കേന്ദ്ര സർക്കാരിനുണ്ട്. അതൊരു സഹായമല്ല, അതൊരു ബാധ്യതയാണ് കേന്ദ്ര സർക്കാരിന്. ആ ബാധ്യതയിൽ നിന്നാണ് അവർ രാഷ്ട്രീയം മുൻനിർത്തി മാറി നിൽക്കുന്നത്. എന്നിട്ട് പറയാണ് നിങ്ങളുടെ SDRFൽ ഫണ്ടുണ്ടല്ലോ, CMDRF മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഇതുവരെ പണം ചെലവഴിച്ചില്ലല്ലോ. ഇതൊക്കെ വേറെ കാര്യങ്ങളാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ പണമുണ്ടെങ്കിൽ അത് മുഴുവൻ വയനാടിന് വേണ്ടി ചിലവഴിക്കാനുള്ളതല്ല. വയനാട് മുൻനിർത്തി സമാഹരിച്ച പണം ഒരുപക്ഷെ വയനാടിന് ചിലവഴിച്ചിട്ടുണ്ടാവും. ബാക്കി കേരളത്തിന് മൊത്തമായിട്ട് ചിലവഴിക്കാനുള്ള പണമാണ്. SDRFലെ ഫണ്ടും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ചൂരൽമല, മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തമാണ് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയായിട്ട് നിൽക്കുന്നത്. നാളെ വേറെ എവിടെയെങ്കിലും ഒരു ദുരിതം ഉണ്ടാവും, ഏതെങ്കിലും ഒരു കടൽക്ഷോഭമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൊടുങ്കാറ്റ് വീശലോ, ഏതെങ്കിലും ഒരു പ്രദേശത്തെ ചുഴലിക്കാറ്റ് വീശലോ, ഇങ്ങനെ പലതരത്തിലുള്ള ദുരിതങ്ങളുണ്ടാവും. അതിനൊക്കെ വിഹിതം കൊടുക്കേണ്ടതും അതിനൊക്കെ പണം കണ്ടെത്തേണ്ടതും ഈ SDRFൽ നിന്നാണ്. അതിന് വേണ്ടിയിട്ടാണ് ആ പണം അവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അല്ലാതെ ഇവിടെ പണം ഉണ്ടല്ലോ നിങ്ങൾ ചിലവഴിക്കാതെ ഇതാണ് BJPക്കാരുടെ ഒരു എന്താ പറയുക വ്യാജ വർത്തമാനം എന്ന് നമ്മൾ പറയുന്നതുകൊണ്ട്. ഇത് ഇവിടെ പണമുണ്ട്, അവർ ചിലവാക്കാതെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്, എന്നിട്ടാണ് നമ്മളോട് ചോദിക്കുന്നത് എന്ന കഥയാണ് ഇവർ ചമയ്ക്കുന്നത്. CMDRFൽ പണമുണ്ട്, അത് ചിലവഴിക്കുന്നില്ല, എന്നിട്ടാണ് കേന്ദ്ര സർക്കാരിനോട് ചോദിക്കുന്നത്. ഇതാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന നുണ പൊളിക്കാൻ നമുക്ക് പറ്റുന്നില്ല എന്നുള്ളിടത്താണ് നമ്മളുടെ പ്രശ്നം. അതിന് നമ്മളുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, അത് CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും മുസ്ലിം ലീഗ് ആണെങ്കിലും CPI ആണെങ്കിലും കേരള കോൺഗ്രസ് ആണെങ്കിലും ഒക്കെ ഒരുമിച്ച് നിന്നത് ജനങ്ങളോട് പറയണം. അല്ലാതെ ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്നവർ ഇക്കാര്യത്തിൽ CPMനോട് ചേർന്നിട്ടുള്ള സമരത്തിന് ഞങ്ങളില്ല എന്നാണ് VD സതീശൻ എന്ന് പറയുന്നത്. ഒരുപക്ഷെ നാളെ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയും ഇതേ വാചകം തിരിച്ചു പറഞ്ഞേക്കാം കോൺഗ്രസുമായി ചേർന്ന സമരങ്ങളിൽ. അതുപോലെ ഇന്ന് KC വേണുഗോപാൽ പറയുന്നത് തന്നില്ലെങ്കിൽ പിടിച്ചു വാങ്ങണം എന്നാണ്. എങ്ങനെ പിടിച്ചു വാങ്ങണം എന്നാണ് KC വേണുഗോപാൽ. പിടിച്ചു വാങ്ങണമെങ്കിൽ ഈ പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ ഒരുമിച്ച് നിന്ന് സമരം ചെയ്യുകയോ ഒരുമിച്ച് നിന്ന് ആർഗ്യൂ ചെയ്യുകയോ വേണം. അതിനവർ തയ്യാറല്ല.
അപ്പോൾ നമുക്ക് നമ്മുടേതായ ദൗർബല്യം നമ്മളായിട്ട് തന്നെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന്മേലാണ് സത്യം പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ ഇത് ഈ പറയുന്ന എന്താ പറയുക വാദങ്ങൾ നിരത്തുകയും ആ നുണകൾ ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രശ്നം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഒരു പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ട് ചൂരൽമലയിൽ നമ്മുടെ ടീം സന്ദർശിക്കുകയുണ്ടായിരുന്നു. ഞാൻ ആ കൂട്ടത്തിൽ പോയിട്ടുണ്ടായിരുന്നു. കഷ്ടമാണ് ഇപ്പോഴും അവിടുത്തെ കാര്യങ്ങൾ. തുടക്കത്തിൽ ഗവൺമെൻറ് അടിയന്തരമായി പ്രഖ്യാപിച്ച വീടുകളുടെ വാടക, ആ വാടക കിട്ടുന്നുണ്ട്. അതുപോലെ കുടുംബത്തിലൊരാൾക്ക് 300 രൂപ ഒക്കെ ദിവസേന, അതും മുടങ്ങിയവർ വരെ ഉണ്ട്, എല്ലാവർക്കും കിട്ടിയിട്ടില്ല എന്നടക്കം. എന്നാലും ഈ ദുരന്തത്തിൻ്റെ ആഘാതത്തിൽ നിന്ന് അത്ര പെട്ടെന്നൊന്നും വിട്ടുമാറില്ല. അവരുടെ കുടുംബങ്ങൾ മരണപ്പെട്ടിട്ടുണ്ട്, സ്വന്തമായി വീടില്ലാത്തവരാണ്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മളിങ്ങനെ കേരള സർക്കാരിൻ്റെ ഫണ്ട്, കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട്, ഇങ്ങനെ രാഷ്ട്രീയം പറയുന്നു, ഫണ്ട് മുടക്കുന്നു, ഇങ്ങനെയുള്ള ചർച്ചകളൊക്കെ വഴി നടക്കുന്നു. ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകുമോ എന്നാണ് അവിടെയുള്ള ജനത ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ നമ്മൾ ഈ രാഷ്ട്രീയവും ഭരണകൂടവും ഫെഡറലിസവും ഇതിൻ്റെയൊക്കെ നിങ്ങൾ പറഞ്ഞ് ഇങ്ങനെ ചർച്ച നടത്തുമ്പോഴും ആ ഒരു ജനതയുടെ വികാരം എന്തായിരിക്കും? അന്ന് നമ്മൾ തെരഞ്ഞെടുപ്പിന് മുമ്പാണ് അവിടെ പോകുന്നത്. അന്ന് അവരെല്ലാവരും സമാധാനിക്കുന്നത് തെരഞ്ഞെടുപ്പല്ലേ, അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളായിരിക്കാം, തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി ഒരു പരിഹാരം ഉണ്ടായേക്കാം എന്നാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പിറ്റേന്ന് തന്നെ അവർ കേൾക്കുന്ന വാർത്ത ഇതാണ്. അവരുടെ ഒരു മാനസിക അവസ്ഥ നമ്മൾ ഒന്നുകൂടി പരിഗണിക്കേണ്ടതല്ലേ? അതാരും പരിഗണിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഇതിൻ്റെ ഒരു ക്രോണോളജി നമ്മളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ വലിയൊരു ദുരന്തം ഉണ്ടായി. ആ ദുരന്തത്തിന് ശേഷം വലിയ രക്ഷാപ്രവർത്തനം ഉണ്ടായി. എല്ലാവരും യോജിച്ച് നിന്നുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനം നടത്തി. പറ്റാവുന്ന ആളുകളെ മുഴുവൻ രക്ഷിക്കാൻ കഴിയുന്ന ആളുകളെ മുഴുവൻ രക്ഷിക്കാൻ ശ്രമിച്ചു. മണ്ണിനടിയിൽ പെട്ടുപോയ മരിച്ചുപോയ മനുഷ്യരുടെ ശരീരങ്ങൾ റിക്കവർ ചെയ്യാൻ കഴിയാവുന്ന അത്ര നമ്മൾ റിക്കവർ ചെയ്തു. ഇതൊക്കെ നമ്മൾ ചെയ്തു. അതിനുശേഷം നമ്മൾ ഒരുപാട് വാഗ്ദാനങ്ങൾ പറയുന്നു. അതായത് വാടക വീടുകളിലേക്ക് മാറുമ്പോൾ നല്ല വാടക സംസ്ഥാന സർക്കാർ വഹിക്കും, 300 രൂപ വെച്ച് ഇത്ര ദിവസം ഒരാൾക്ക് കൊടുക്കും, ഇതൊക്കെ പറഞ്ഞു. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ചെയ്യണമെന്ന് വിചാരിച്ച് തന്നെ പ്രഖ്യാപിക്കുന്ന കാര്യങ്ങളാണ്. ഈ വാടകയൊക്കെ ഒരു പക്ഷേ ഇപ്പം മുടങ്ങിയാലും 2-3 മാസം കഴിയുമ്പോഴൊക്കെ കൊടുത്തു തീർക്കുമായിരിക്കും. അതുപോലെ ഈ 300 രൂപ വെച്ച് പ്രതിദിനം കൊടുക്കുക എന്നുള്ളത് പെട്ടെന്ന് മുടങ്ങിയാലും ഒരു പക്ഷേ ആ കുടിശ്ശിക അടക്കം പിന്നീട് കൊടുത്തു തീർക്കുമായിരിക്കും. ഇതൊക്കെ സംഭവിക്കും. ഒരു മാസത്തെ കൂടി നീട്ടിയിട്ടുണ്ട് സർക്കാർ അറിയിച്ചു. അപ്പോൾ ഇതൊക്കെ കൊടുത്തു തീർക്കുമായിരിക്കും. പക്ഷേ അവരെ സംബന്ധിച്ച് അവർക്കെന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഉടുത്തിരുന്ന വസ്ത്രമൊഴിച്ച് ബാക്കിയെല്ലാം നഷ്ടപ്പെട്ടു പോയ മനുഷ്യന്മാരാണ്. അവർക്ക് ഉപജീവന മാർഗങ്ങളില്ല, ജീവിക്കാൻ സ്ഥലമില്ല, എവിടെയാണ് ഇനി ജീവിതം തുടരാൻ പറ്റുക എന്നറിയില്ല, അനിശ്ചിതത്വങ്ങൾ, വിട്ടുപോയ മനുഷ്യർ, ജീവിതത്തിൽ നിന്ന് ഇല്ലാതായി പോയ അടുത്ത ബന്ധുക്കളെക്കുറിച്ചുള്ള ഓർമ്മകൾ, അതുണ്ടാക്കുന്ന മാനസിക പ്രയാസങ്ങൾ, ഇങ്ങനെ പല തരത്തിൽ ബഹുമുഖമായ പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരാണ് അവർ. അപ്പോൾ അവർക്ക് നിരന്തരം ചെന്നിട്ട് ഞങ്ങൾക്കിത് കിട്ടിയില്ല, ഇത് ഇങ്ങനെ പരാതി പറയാൻ ഒരു പക്ഷേ അവർക്ക് സാധിച്ചത്, അവർക്കിങ്ങനെ നിലവിളിക്കാൻ മാത്രമേ ചിലപ്പോൾ സാധിക്കുള്ളൂ. ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന എന്താ പറയുക, കേന്ദ്രത്തിൽ നിന്ന് സഹായം കിട്ടിയില്ല, കേന്ദ്രം സഹായം തരുന്നില്ല, അല്ലെങ്കിൽ കേന്ദ്രം സഹായം എന്നുള്ളതല്ല, അവർ തരുന്നില്ല, തരാതെ സംസ്ഥാന സർക്കാരിനൊന്നും ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ചെയ്യുന്നതിന് പ്രയാസങ്ങളുണ്ടാകും, ഇതൊക്കെ ഫാക്റ്റായിട്ട് അവിടെ നിൽക്കുകയാണ്. പക്ഷേ ഇതിനൊരു പരിഹാരം കണ്ടേ പറ്റുള്ളൂ. ബേസിക്കലി ഇതിൻ്റെ സോൾ റെസ്പോൺസിബിലിറ്റി, അത് കേന്ദ്രം തരാതിരുന്നാൽ പോലും ഇതിൻ്റെ സോൾ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ പെടലിക്ക് വരികയാണ്. സംസ്ഥാന സർക്കാർ സത്യം പറഞ്ഞാൽ ഇതിന് എന്തെങ്കിലും ഒരു വേ ഔട്ട് കണ്ടേ പറ്റുള്ളൂ. ഞാൻ അവരെ മുഴുവൻ കുറ്റപ്പെടുത്തിയിട്ടല്ല പറയുന്നത്. സംസ്ഥാന സർക്കാരിന് ഇപ്പോൾ ഇവിടെ മാത്രമായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. കാരണം കേരളത്തിൻ്റെ പലതരത്തിലുള്ള ആവശ്യങ്ങളുണ്ട്. ഇപ്പോൾ സാമൂഹ്യക്ഷേമ പെൻഷൻ കുടിശ്ശികയായി കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാണ് സംസ്ഥാന സർക്കാരിന്. KSRTC ഒരു മാസത്തെ ശമ്പളം അത് മുടങ്ങി കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാരിന് അതൊരു പ്രശ്നമാണ്. അങ്ങനെ തുടങ്ങി പലതരത്തിലുള്ള പ്രശ്നങ്ങൾ സംസ്ഥാന സർക്കാർ, അതിൻ്റെ കൂടെ അവർ പ്രയോറിറ്റൈസ് ചെയ്യുന്നൊരു പ്രശ്നമാണ് ഈ പറയുന്ന ചൂരൽമല മുണ്ടക്കൈ ദുരിതബാധിതരുടെ പുനരധിവാസം എന്ന് പറയുന്നത്. പക്ഷേ അതിനൊരു വേ ഔട്ട് കണ്ടേ പറ്റുള്ളൂ. ഒന്നുകിൽ അതിന് മാത്രമായിട്ടുള്ള എന്തെങ്കിലും ഒരു സ്പെഷ്യൽ പർപ്പസ് സംവിധാനം ഉണ്ടാക്കണം. അതിലേക്ക് ഫണ്ട് ഫ്ലോ കൃത്യമായിട്ട് ഉറപ്പാക്കാൻ പാകത്തിനുള്ളൊരു സംവിധാനം. ഇപ്പോൾ കിഫ്ബി പോലെയുള്ള സംവിധാനങ്ങളിലൂടെ എങ്ങനെയാണ് വികസന പദ്ധതികൾക്ക് പണം കഴിഞ്ഞ സർക്കാർ എത്തിച്ചതെന്ന് നമ്മൾ കണ്ടാണ്. അതിപ്പോഴും തുടരുന്നുണ്ട് പല പദ്ധതികൾക്കും. അതുപോലെ എന്തെങ്കിലും ഒരു സംവിധാനത്തിലൂടെ യോജിപ്പിച്ചെടുക്കാവുന്ന എല്ലാ സംവിധാനങ്ങളെയും എല്ലാ വിഭവങ്ങളെയും യോജിപ്പിച്ചുകൊണ്ട് എങ്ങനെയാണ് ഇവരിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുക, അതിന് മാത്രമായിട്ട് എങ്ങനെയാണ് ഒരു എന്താ പറയുക, സാമ്പത്തിക പിന്തുണ മാത്രം പോരാ, ഇതിലേക്ക് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യാനൊരു സംവിധാനം വേണം. സാമ്പത്തിക പിന്തുണ ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല, ഇതിങ്ങനെ പുറകെ നടക്കാനും ഇത് കൃത്യമായിട്ട് നടക്കുന്നു എന്ന് ഉറപ്പുവരുത്താനുള്ളൊരു സിസ്റ്റം വേണം.
നമ്മളുടെ ഒഫീഷ്യൽ സിസ്റ്റം ഇപ്പോൾ കളക്ടറേറ്റ് ആണ് മിക്കവാറും ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലായിരിക്കും മിക്കവാറും ഇപ്പോൾ ഇതിൻ്റെ കോർഡിനേഷൻ മുഴുവൻ നടക്കുക. അവരെ സംബന്ധിച്ച് ഇവർ മാത്രമല്ല, അവരെ സംബന്ധിച്ച് ജില്ലയിൽ മൊത്തം നടക്കുന്ന കാര്യങ്ങൾ മുഴുവൻ അവരുടെ പരിഗണനയിലേക്ക് വരും. അപ്പോൾ ചില ഘട്ടങ്ങളിലെങ്കിലും ഇത് മാറ്റിവെച്ചിട്ട് അവർക്ക് വേറെ ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പ്രായോഗിക ബുദ്ധിമുട്ടുകൾ വരും. അപ്പോൾ എനിക്ക് തോന്നുന്നത് സംസ്ഥാന സർക്കാർ ഇതൊരു എക്സെപ്ഷണൽ കേസാണ്. നമ്മൾ ഇതുവരെ കേരളം രൂപം കൊണ്ടതിന് ശേഷം നമ്മൾ ഇതുവരെ കാണാത്ത വിധത്തിലുള്ളൊരു ദുരന്തമാണ് അവിടെ ഉണ്ടായത്. അപ്പോൾ അതൊരു എക്സെപ്ഷണൽ കേസായിട്ടെടുത്ത് ഇതിനു വേണ്ടി മാത്രം ഒരു സ്പെഷ്യൽ പർപ്പസ്, അത് ഫിനാൻഷ്യലായാലും ഉദ്യോഗസ്ഥരായാലും ഒക്കെ ഒരു സ്പെഷ്യൽ പർപ്പസ് സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കും സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. ഇല്ലെങ്കിൽ ആത്യന്തികമായിട്ട് ഇതിൻ്റെ എല്ലാ പഴിയും സംസ്ഥാന സർക്കാരിൻ്റെ പെടലിക്കായിരിക്കും വരിക. കേന്ദ്രം പൈസ കൊടുത്തോ ഇല്ലയോ, അല്ലെങ്കിൽ കേന്ദ്രം കൊടുക്കേണ്ടതല്ലേ എന്നുള്ള ചോദ്യമൊക്കെ കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്കും പോവും. ഇതിൻ്റെ സോൾ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ പെടലിക്കായിരിക്കും വരിക. ദുരന്തമുഖത്ത് ഈ രാഷ്ട്രീയം പറയരുതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള മറുപടികൾ ഈ രാഷ്ട്രീയ കളികൾ കാണുമ്പോൾ നമുക്ക് ചോദിക്കാതിരിക്കാൻ വയ്യ. ഉപതെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യത്തിൽ പോലും ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ച് അല്പമെങ്കിലും ഒരു സഹായമെന്ന വ്യാജേന എന്തെങ്കിലും പൈസ നൽകിയിരുന്നെങ്കിൽ സത്യത്തിൽ അത് BJPക്ക് ഒരു എഡ്ജ് നൽകുന്ന സംഗതിയാകുമായിരുന്നില്ല വയനാട്ടിൽ. എന്നിട്ടും എന്തുകൊണ്ടാണ് അത് ചെയ്യാതെ? ഇല്ല, അവരെ സംബന്ധിച്ച് വളരെ കൃത്യമാണ്. കാരണം വെച്ചാൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നു, അവരിപ്പോൾ പൈസ കൊടുത്തു എന്ന് വിചാരിച്ചിട്ടുണ്ട് അവിടെ ഇപ്പോൾ വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ജയിക്കാൻ പോയിട്ട് 1% വോട്ട് പോലും അവിടെ കൂടാൻ പോകുന്നില്ല. അപ്പോൾ പിന്നെ പ്രത്യേകിച്ചുകൊണ്ട് നമുക്ക് രാഷ്ട്രീയമായിട്ടൊരു നേട്ടമില്ലാത്ത ഒരു സംഗതിക്ക് വേണ്ടിയിട്ട് അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു. നമ്മളവിടെ വന്നു, ഭയങ്കര ദുഃഖാർത്ഥമായ മുഖത്തോടുകൂടെ നമ്മൾ കുറേ നേരം നിന്നു. ഇത്രയും വലിയ ദുരന്തമാണോ ഉണ്ടായത് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ നമ്മളിങ്ങനെ അത്ഭുതം കൂറുന്ന കണ്ണുകളോടുകൂടെ നോക്കുന്ന ദൃശ്യവും ചിത്രവും ബാക്കിയുള്ള ആളുകളെ എടുത്ത് സോഷ്യൽ മീഡിയയിലും മറ്റേ മുഖ്യധാരാ മാധ്യമങ്ങളിലൊക്കെ കൊടുത്തു. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ചെയ്യാവുന്ന കാര്യം ചെയ്ത് കഴിഞ്ഞു. അത്രേ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ, അത് ചെയ്ത് കഴിഞ്ഞു. ബാക്കി ഇപ്പോൾ പൈസ കൊടുത്തു എന്ന് വെച്ചുകൊണ്ട് വയനാട്ടിൽ എന്തായാലും വോട്ട് കൂടാൻ പോകുന്നില്ല. അത് ഈ തെരഞ്ഞെടുപ്പിലല്ല, അടുത്ത തെരഞ്ഞെടുപ്പിലല്ല, അതിൻ്റെ അടുത്ത തെരഞ്ഞെടുപ്പിലും ഒരുപക്ഷെ വയനാട്ടിൽ BJP ജയിക്കാനുള്ള സാധ്യതയേയില്ല. അപ്പോൾ പിന്നെ പ്രത്യേകിച്ചൊരു സാമ്പത്തിക സഹായം ചെയ്തുകൊണ്ട് ഇത് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ അവർക്കില്ല. അതുകൊണ്ടാണ് അവർ ചെയ്യാതിരിക്കുന്നത്, ഒരു സംശയമോ കാര്യത്തില്ല. അതിനപ്പുറത്ത് ഇത് മനുഷ്യരുടെ പ്രശ്നമാണ്. അവിടെ കുറേ ആളുകൾ മരിച്ചു പോയിട്ടുണ്ട്. അവരുടെ ബന്ധുക്കൾക്ക് ജീവിക്കാൻ ആഗ്രഹമുണ്ട്. അവരെ ഒരു അതിജീവനത്തിൻ്റെ പാതയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. ആ ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്നത് നമ്മളാണ്. ഈ തോന്നലൊന്നും അല്ല അവരെ ഭരിക്കുന്നത്. അവിടെയാണ് ഇതിൻ്റെ ബേസിക്കായിട്ടുള്ള പ്രശ്നം. അതോടൊപ്പം രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയോടുള്ള വിദ്വേഷത്തിൽ ഉണ്ടാവും. ഡെഫിനറ്റ്ലി അതും ഉണ്ടാവാം. ഞാൻ വിചാരിക്കുന്ന അതിനേക്കാൾ അപ്പുറത്ത് അവരുടെ വളരെ സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വിധേയമാകാൻ സാധ്യതയില്ലാത്തൊരു പ്രദേശം, അവിടെ നമ്മൾ വെറുതെ പൈസ ചിലവാക്കിയിട്ട് എന്ത് കാര്യം എന്നുള്ള തോന്നൽ മാത്രമേ പ്രധാനമായിട്ടുണ്ടാവൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിപ്പോൾ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും അവർ മത്സരിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഇനിയിപ്പോൾ പൈസ കൊടുത്താലും ഇല്ലെങ്കിലും അവർ തന്നെ ആയിരിക്കും ജയിച്ചു വരിക. അതിനകത്ത് വേറെ തർക്കമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അതായിരിക്കില്ല പ്രശ്നം. നമുക്ക് പ്രത്യേകിച്ച് നേട്ടമൊന്നും. ഇപ്പോൾ നമ്മളൊന്ന് ഒറ്റ ഉദാഹരണം എടുത്താൽ മതി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഭാരതരി ഏറ്റവും കൂടുതൽ ഇറക്കിയത് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ പാലക്കാട് നിയമസഭാ മണ്ഡലം ഉൾക്കൊള്ളുന്ന പ്രദേശത്തായിരുന്നു. ബാക്കി എവിടെയും ഭാരതരി വന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ഇത് വളരെ കൃത്യമാണ്, എന്താണ് ചെയ്യുന്നത്, എന്തുദ്ദേശത്തിലാണ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ കൃത്യമാണ്. അതിൻ്റെ ഒരു അതുകൊണ്ട് മാത്രമാണ് ഇവിടെ പൈസ ഇറക്കിയിട്ട് കാര്യമില്ല എന്നുള്ളതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഇത് സർക്കാരിൻ്റെ പണം കൊടുത്തുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് നേട്ടമൊന്നും ഉണ്ടാവാനില്ല എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് പോലും സാമ്പത്തിക സഹായം അനുവദിക്കുന്നത് സംബന്ധിച്ചുള്ള ഒരു തീരുമാനവും എടുക്കാമായിരുന്നു. ഇതിപ്പോൾ അടുത്ത വെള്ളിയാഴ്ചയാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ ഇത് വരാൻ പോകുന്നത്. വേറൊരു കാര്യം കൂടി, ഇപ്പോൾ ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. സാങ്കേതികമായിട്ട് ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാൻ പറ്റില്ല. കാരണം ഇപ്പോഴത്തെ ടെർമിനോളജി അനുസരിച്ച് പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ദുരന്തം, അത് കഴിഞ്ഞാൽ ജില്ലാ ഭരണകൂടത്തിന് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ദുരന്തം, അതിൻ്റെ തൊട്ട് മുകളിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ദുരന്തം, അതിൻ്റെ മുകളിൽ കേന്ദ്ര സർക്കാരിൻ്റെ കൂടെ ഇടപെടലോടുകൂടെ പരിഹരിക്കാൻ കഴിയുന്നത്. ഇങ്ങനെയാണ് ഇതിനെ നിർവഹിച്ചിരിക്കുന്നത്. UPA സർക്കാരിൻ്റെ കാലത്താണ് അങ്ങനെ നിർവചനം മാറ്റിയത്. അതിൽ കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടുകൂടെ പരിഹരിക്കാൻ പറ്റുന്ന ഒരു പ്രതിസന്ധിയായിട്ട് ഇതിനെ കാണണം എന്നുള്ളതാണ് കേരളത്തിൻ്റെ ആവശ്യം. അല്ലാതെ ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചോളണം എന്ന നിർബന്ധ ബുദ്ധിയൊന്നും കേരളത്തിനില്ല. അതെ, L3 കേന്ദ്രത്തിൻ്റെ ഇടപെടൽ കൂടി ആവശ്യം വേണം ഇതിന് പരിഹാരമുണ്ടാക്കാൻ, ഇതിൻ്റെ എന്താ പറയുക പുനരധിവാസം ഉറപ്പാക്കാൻ, അല്ലെങ്കിൽ ആ പ്രദേശത്തിൻ്റെ വീണ്ടെടുപ്പ് സാധ്യമാക്കാൻ. ആ ഗണത്തിൽപ്പെടുത്തണം എന്നാണ് കേരളം ആവശ്യപ്പെടുന്നത്. അതിലിപ്പോൾ തീരുമാനം എടുക്കാനായിട്ട് ഇത്രമാത്രം വലിയ എന്താ പറയുക ആലോചനകളൊക്കെ
ഒന്നും ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ പ്രധാനമന്ത്രി നേരിട്ട് വന്ന് സന്ദർശനം എന്ന നാടകം പൂർത്തിയാക്കി, കേന്ദ്ര സംഘം വന്നു, അവരുടെ റിപ്പോർട്ട് പോയി, കേരള സർക്കാർ മെമ്മോറാണ്ടം സമർപ്പിച്ചു, ഇതൊക്കെ കഴിഞ്ഞു. എന്നിട്ടും തീരുമാനം എടുക്കുന്നില്ലെങ്കിൽ കിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ മലയാളം. ഏതായാലും സമയപരിധി വെച്ച് തീരുമാനം അറിയിക്കണമെന്ന് ഇന്ന് ഹൈക്കോടതിയിൽ അമിക്കസ് ക്യൂറി അടക്കമുള്ളവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു നല്ലൊരു തീരുമാനം വരട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും ഇങ്ങനെയുള്ള സങ്കുചിതമായ രാഷ്ട്രീയ മനോഭാവമുണ്ടെങ്കിൽ അത് ഏത് ദുരിതത്തിലും പ്രയോഗിക്കുമ്പോൾ അവിടെ കഷ്ടപ്പെടുന്നത് മനുഷ്യരാണ്. നമ്മുടെ ഭരണഘടനയോട് തന്നെയുള്ള വെല്ലുവിളിയാണ് ഇത്തരത്തിലുള്ള മറുപടിയിലൂടെ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. വയനാടിന് നീതി കിട്ടട്ടെ, അവിടെ പൊലിഞ്ഞ മനുഷ്യർക്ക് നീതി കിട്ടട്ടെ, അവിടെ ദുരിതം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യർക്ക് സമാധാനം കിട്ടട്ടെ എന്ന് മാത്രം നമുക്ക് ആശിക്കാം. ഇൻസൈറ്റ് ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.